സ്വന്തം ബിസിനസ് ചെയ്യാനായിട്ട് പുതിയ ഇല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ സ്രോതസ്സുകൾ തേടുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയാണ് എന്നുള്ളത്. തംബ്നെയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. മുദ്ര വായ്പയുടെ പരിധി 20 ലക്ഷം രൂപ ആക്കി കഴിഞ്ഞു. നമ്മളുടെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. അതിന്റെ ചുവട് പിടിച്ച് മുദ്ര വായ്പയുടെ ഉയർന്ന പരിധി 10 ലക്ഷം രൂപയായിരുന്നത് 20 ലക്ഷം രൂപയായി ഉയർത്തി ധനമന്ത്രാലയം വിജ്ഞാപനം ഇറക്കി. ഇന്നലെ മുതൽ അത് പ്രാബല്യത്തിലായി. അതായത് 25/10/2024 മുതൽ 20 ലക്ഷം രൂപയാണ് പ്രാബല്യത്തിൽ ആക്കിയത്. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപയുടെ വായ്പകൾ വരെയാണ് കിട്ടിയിരുന്നത്. ഇതോടെ ഇപ്പോൾ 4 വിഭാഗങ്ങളിലാണ് മുദ്ര പദ്ധതിക്ക് കീഴിൽ വായ്പ ലഭിക്കുന്നത്. ഒന്നാമത്തേത് ശിശു 50,000 രൂപ വരെ, രണ്ടാമത്തേത് കിഷോർ 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ, മൂന്നാമത്തേത് തരുൺ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ, നാലാമത് ഇപ്പോൾ തരുൺ പ്ലസ് 20 ലക്ഷം രൂപ വരെ. ചെറുകിട സംരംഭകർക്ക് ഈടില്ലാതെ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് മുദ്ര ലോൺ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കമന്റ് വരും, ഇതൊക്കെ ചുമ്മാതാണ്, ആർക്കും കിട്ടില്ല, ഈട് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഒരുപാട് ആൾക്കാർ വന്ന് കംപ്ലൈന്റ് പറയാറുണ്ട്. മുദ്രയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോകളിലെല്ലാം തന്നെ കമന്റ് വരുന്നത് ചുമ്മാതാണ്, അത് വലിയ വലിയ ആൾക്കാർക്കേ കൊടുക്കത്തുള്ളൂ, അവരുടെ ആൾക്കാർക്കേ കൊടുക്കത്തുള്ളൂ, പാർട്ടിക്കാർക്കേ കൊടുക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള കംപ്ലൈന്റ് വരുന്നുണ്ട്. വിഡ്ഢിത്തരമാണ്, പറയാതിരിക്കുക. കാരണം നമ്മൾ നേരിട്ട് ബാങ്കിൽ ചെന്ന് വേണം ഇത് ചെയ്യാനായിട്ട്. ഓൺലൈൻ വഴി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം എവിടെ ചെയ്യണം എന്നുള്ളത്. ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ഓൺലൈൻ്റെ ലിങ്കാണ്. ഈ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നേരിട്ട് ബാങ്കിൽ പോകുക. ഓരോ ബാങ്കിനും ഇത്ര വാർഡുകൾ വിഭജിച്ചു നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ ചെല്ലുന്ന ബാങ്കിൽ, നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ബാങ്ക്, ആ ബാങ്കിലോട്ട് ചെല്ലുമ്പോൾ അവർ പറയും ഇവിടെയല്ല നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് എന്ന് അന്വേഷിക്കേണ്ടത് നിങ്ങളാണ്. ആ മാനേജറോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ വാർഡ് ഏതാണോ ആ വാർഡിന്റെ ബാങ്ക് ഏതാണോ അദ്ദേഹം പറഞ്ഞു തരും. നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുക. ഇവിടെ സാധാരണഗതിയിൽ മനുഷ്യൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ര ലോൺ എന്ന് പറഞ്ഞ് ഗൂഗിളിലൊക്കെ അടിച്ചു കൊടുക്കും. ഉടനെ ഏതെങ്കിലും ഫ്രോഡ് സൈറ്റ് വരും. ആ സൈറ്റിൽ കയറും. അവർ 1,800 രൂപ മുതൽ മുകളിലോട്ട് ഇൻഷുറൻസ് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഫീ കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് പണം വാങ്ങിച്ചു കൊണ്ടിരിക്കും. 10,000-വും 20,000-വും രൂപ വരെയൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്ത ആൾക്കാരുണ്ട്. മൊത്തം പൈസ പോയി കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മുദ്ര ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് മുദ്ര ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, സർക്കാരിന്റെ തന്നെ കമ്പനിയാണ്, അവര് ഈ മുദ്ര ലോൺ കൊടുക്കുന്നത് ബാങ്കുകൾ വഴി, NBFC വഴി, MFI വഴി ഒക്കെയാണ് എന്ന് കൃത്യമായിട്ട് മുദ്രയുടെ സൈറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ബിവെയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. There are no agents, ഒരു ഏജന്റുമില്ല, or middleman, ഒരു ഇടനിലക്കാരനുമില്ല, engaged by മുദ്ര for availing such loans. മുദ്ര ഒരു ഇടനിലക്കാരനെയും ഒരു ഏജന്റിനെയും ഈ മുദ്ര ലോൺ കൊടുക്കാനായിട്ട് അവെയിൽ ചെയ്തിട്ടില്ല, ഇല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്തിട്ടില്ല. The borrowers are advised to keep away from person posing as agents, facilitators of Mudra or PMMY. അതായത് നമ്മൾ ബോറോവേഴ്സ് എന്ന് പറഞ്ഞാൽ ലോൺ എടുക്കാൻ പോകുന്ന ആളുകള് ഇങ്ങനെയുള്ള ഫ്രോഡ് ആൾക്കാരിൽ നിന്നും രക്ഷപ്പെടുക. ഒരു ഏജന്റുമില്ല, ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആളിനെയും മുദ്ര ലോൺ അപ്പോയിന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ഫ്രോഡുകളിൽ നിന്നെല്ലാം രക്ഷ നേടുക. 1 രൂപ പോലും ആർക്കും കൊടുക്കരുത്. നേരെ ബാങ്കിൽ ചെല്ലുക, അവർ പറയുന്നത് പോലെ ചെയ്യുക. നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കൃത്യമാണെങ്കിൽ, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൃത്യമാണെങ്കിൽ 1 രൂപയുടെ കൊളാറ്ററൽ സെക്യൂരിറ്റിയും ഇല്ലാതെ നിങ്ങൾക്ക് ഈ ലോൺ ലഭിക്കും. 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ എടുത്തിട്ട് തിരിച്ചടച്ചവർക്കാണ് ഈ 20 ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് അർഹത ഇപ്പോൾ ഉള്ളത്. അതിനായിട്ട് അവര് തരുൺ പ്ലസ് എന്ന വിഭാഗം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളുടെ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണുന്നുണ്ട്. നമ്മളുടെ ചാനലിൽ കയറി മുദ്ര ലോൺസ് എന്ന പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ആ പ്ലേലിസ്റ്റ് ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്, അവിടെ ഒരുപാട് വീഡിയോകളുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് കൊടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ കിട്ടും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ലഭിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്, പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എവിടെയാണ് അറിയിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്, ബാങ്ക് നിരസിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള വീഡിയോകളും അവിടെയുണ്ട്. ഈ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടു നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടാതെ
എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ തരുന്നതാണ്. പിന്നെ ആ വീഡിയോകളൊക്കെ കാണുന്നത് നല്ല കാര്യമാണ്. കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അറിവില്ലാതെ, ഇതിനെക്കുറിച്ച് ഒരറിവുമില്ലാതെ നടക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുത്താൽ അത് ഞങ്ങൾക്കും ഒരു സഹായമായിരിക്കും, കൂടാതെ അവർക്കും ഒരു സഹായമായിരിക്കും. ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. സംശയങ്ങൾ ചോദിക്കുന്ന ആളുകൾ ഒരു കാര്യം കൂടെ ചെയ്യണം, ഒരു 10 പേർക്കെങ്കിലും ഈ വീഡിയോ ഷെയർ ചെയ്യണം. എന്നിട്ട് ഷെയർ ചെയ്തതിന്റെ നമ്പർ എഴുതി ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നതായിരിക്കും. കാരണം സേവനം അങ്ങോട്ട് മാത്രമുള്ളതല്ല, ഇങ്ങോട്ടും ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.